അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മർക്കസ് ടൈംസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഫാസിൽ. പ്രധാന വാർത്തകൾ. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വർഷം 1 പിന്നിടുന്നു. പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PV അൻവർ MLA രംഗത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പുനരധിവാസം പതുക്കെ നീങ്ങുന്നുവെന്ന് തദ്ദേശവാസികൾ. എന്റെ രാജ്യത്തെ ഉണർത്താം. SKSS നാഷണൽ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സൂപ്പർ ലീഗ് കേരള മലപ്പുറം FC ആദ്യ ഹോം മാച്ച് ഇന്ന് പയ്യനാട് വെച്ച്. വാർത്തകൾ വിശദമായി. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വർഷം 1 പിന്നിടുന്നു. ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിവേശം തുടരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 ആക്രമണം ആരംഭിച്ചത്. ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 49,000 കഴിഞ്ഞ സാഹചര്യത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ നെതന്യാഹു സർക്കാർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മധ്യവടക്കൻ ഗസയിലും ഖാൻ യൂനിസിലും ഉണ്ടായ ആക്രമണത്തിൽ 48 പേർ കൊല്ലപ്പെട്ടു. മധ്യവടക്കൻ മേഖലയിൽ 37ഉം ഖാൻ യൂനിസിൽ 11 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഈ ആക്രമണങ്ങൾക്കിടയിലും UN പോളിയോ വാക്സിനേഷൻ പുരോഗമിക്കുന്നു. ഇതുവരെ 3,50,000 കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ നൽകാനായി. 6,40,000 കുട്ടികളാണ് ഗസയിലുള്ളത്. എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകാനായാൽ പകർച്ചവ്യാധികൾ ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് UN വൃത്തങ്ങൾ അറിയിക്കുന്നത്. 50,000-ഓളം പേരെ കൊന്നൊടുക്കുക എന്നല്ലാതെ ഇസ്രായേലിന് മറ്റൊരു നേട്ടവും കൈവരിക്കാനായിട്ടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജസീം അൽ നാദി എക്സിൽ കുറിച്ചു. പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PV അൻവർ MLA രംഗത്ത്. ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശികുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി അൻവർ രംഗത്ത്. ജില്ലയിലെ മയക്കുമരുന്ന് തടയാൻ രൂപീകരിച്ച ഡാൻസ് ഓഫ് സംഘത്തിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. കള്ളക്കടത്ത് വഴി നടത്തുന്ന സ്വർണത്തിനെതിരെ കസ്റ്റംസ് മനഃപൂർവ്വം കണ്ണടച്ച് ആ വിവരം ഡാൻസ് ഓഫിന് കൈമാറി അവർ സ്വർണം പിടികൂടുകയും പോലീസ് അത് വീതിച്ചെടുക്കുകയും ചെയ്യുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചത്. സുജിത് ദാസ് പത്തനംതിട്ട SP ആയിരിക്കെ നടന്ന മരംമുറി സംബന്ധിച്ച കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന ഫോണാണ് സംഭാഷണത്തിന്റെ ഉള്ളടക്കം. RSS ADGP കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP അജിത് കുമാറും അദ്ദേഹം ആണെന്നും അദ്ദേഹം മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2019 സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർ നടപടിയെടുക്കാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണത്തിന് കൈമാറാനും കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ട് വിശദമായി പഠിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യം അന്വേഷണ സംഘം കോടതി അറിയിക്കണമെന്നാണ് ഉത്തരവ്. റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കാനും ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് സുധ എന്നിവരടങ്ങുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ച് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന വിശദമായി പഠിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറാൻ നിർദ്ദേശിച്ചത്. റിപ്പോർട്ടിന്റെ ഭാഗമായി ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ അതും നൽകണം. 2 ആഴ്ചക്കകം നടപടി റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും സർക്കാർ കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യണം. അന്വേഷണ സംഘത്തിന്റെ നടപടി അറിഞ്ഞിട്ടേ മുദ്ര വെച്ച് കവർ കോടതി തുറക്കൂവെന്ന് ഡിവിഷൻ ബെഞ്ച് വാക്കാൽ വ്യക്തമാക്കി. ഇടവേള. ഇഡ്ലി വട മുട്ട പൊങ്കൽ, ഇഡ്ലി വട മുട്ട പൊങ്കൽ, ഇഡ്ലി വട. നെക്സ്റ്റ് ഇഡ്ലി വട ബോണ്ട പൊങ്കൽ ഉപ്മ പൂരി അപ്പം വട മസാല ദോശ പൂരി വട 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 അപ്പം എന്നേതു ഇഡ്ലി വട പോണ്ട ഉപ്മ അപ്പം സേവൈ പൊങ്കൽ പൂരി ദോശ മസാല ദോശ അനിയൻ റോസ് നെയ് റോസ് ദോശ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പുനരുദ്ധാരണ പ്രവൃത്തികൾ പതുക്കെ നീങ്ങുന്നുവെന്ന് തദ്ദേശവാസികൾ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇഞ്ഞു നീങ്ങുന്നതായി പ്രദേശവാസികളുടെ പരാതി. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കനത്ത മഴ മൂലം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ കാരണത്താൽ വീട് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ പുനരധിവാസ നടപടികളാണ് അവതാളത്തിലായത്. പല ചാരിറ്റി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വയനാട്ടിലെ ദുരന്തഭൂമിയിലെ പുനരധിവാസത്തിന് ഫണ്ട് സമാഹരണം നടത്തിയിരുന്നു. തമിഴ്നാട് സർക്കാർ 1 കോടി രൂപ ദുരിതബാധിതരെ സഹായിക്കാൻ ബോച്ചെ ഫാൻസ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിരുന്നു.
പ്രശസ്ത ബിസിനസ്സുകാരൻ യൂസുഫ് അലി അടക്കം പലരും കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ക്യാമ്പിലും ദുരന്ത മേഖലയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. ദുരന്തത്തിൽ ധനസഹായം കിട്ടാത്തവർക്ക് പ്രത്യേക അദാലത്ത് ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. SKSF, സഹചാരി, വൈറ്റ് ഗാർഡ് പോലത്തെ സംഘടനകളും ധനസഹായം നൽകിയും മറ്റും ദുരിതബാധിതരെ സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചൂരൽമല മുണ്ടക്കൈ ദുരന്താനന്തര പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രതിഷേധം ശക്തവുമാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിനിധി നസീം മുണ്ടക്കയിൽ നിന്ന് നമ്മോടുമായി ചേരുന്നു. ഹലോ നസീം. കേൾക്കാം. ഹലോ നസീം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്തൊക്കെയാണ് നസീം വയനാട്ടിലെ പുതിയ അപ്ഡേറ്റുകൾ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഫാസിൽ, ഞാനിപ്പോൾ മുണ്ടക്കൈ ബാധിത പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ആളുകൾ വളരെയധികം ദുരിതത്തിലാണ്. കാരണം ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതിന് അവരുടെ രേഖകളും മറ്റും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നസീം, സർക്കാരിന്റെ സഹായം പൂർണ്ണമായി ആ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടോ? സർക്കാരും പല രാഷ്ട്രീയ സംഘടനകളും പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നെങ്കിലും അതൊന്നും പരിപൂർണമായും പാലിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ നസീം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. സർക്കാരിന്റെ സഹായം പരിപൂർണമായി ഇവിടെ ആ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് നസീമിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്. എന്റെ രാജ്യത്തെ ഉണർത്താം SKSFന്റെ നാഷണൽ കോൺഫറൻസ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കൊൽക്കത്തയിൽ വെച്ച് നടക്കാൻ പോകുന്ന SKSF നാഷണൽ കോൺഫറൻസിൽ ഒരുക്കമായി. എന്റെ രാജ്യത്തെ ഉണർത്താം എന്ന പ്രമേയത്തിലാണ് SKSFന്റെ കൊൽക്കത്തയിലെ നാഷണൽ കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കോൺഫറൻസ് 2024 സെപ്റ്റംബർ 28, 29 തീയതികളിലായി നടത്താനാണ് തീരുമാനം. പ്രസ്തുത പരിപാടിയുടെ നാഷണൽ കോൺഫറൻസ് രജിസ്ട്രേഷൻ SKSF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. SKSFന്റെ പ്രസിഡന്റ് പാണക്കാട് പ്രസിഡന്റ് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിലെ മായ്ക്കാൻ പറ്റാത്ത ചരിത്രത്തിലെ ഒരു ബഹു അധ്യായമായി സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ നാഷണൽ കോൺഫറൻസ് ചരിത്രത്താളുകളിൽ കുറിക്കപ്പെടട്ടെ എന്ന് ജനറൽ സെക്രട്ടറി PM അഷ്റഫ് കാലിക്കറ്റ് മർക്കസ് ടൈംസിനോട് പറഞ്ഞു. കായിക വാർത്തകൾ. സൂപ്പർ ലീഗ് കേരള മലപ്പുറം FC ആദ്യ ഹോം മാച്ച് ഇന്ന് പയ്യനാട് വെച്ച്. ആഘോഷങ്ങളെ വിരുന്നൂട്ടിയ ശീലമാണ് മലപ്പുറത്തുകാർക്ക്. അത് നാടിന്റെ മണ്ണിലും മനസ്സിലും അലിഞ്ഞു ചേർന്ന കാൽപന്ത് മാമാങ്കവുമാകുമ്പോൾ മധുരം കൂടും. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിലെ 2ാം പോരാട്ടം മലപ്പുറത്തെത്തുമ്പോൾ മഞ്ചേരി പയ്യനാട്ടിലെ കൊട്ടാര മൈതാനം ആവേശം കൊടുമൂടി കയറുമെന്നുറപ്പ്. ലീഗിന്റെ 2ാം മത്സരത്തിൽ ഇന്ന് തൃശൂർ FCയുമായി മലപ്പുറം FC ജയം തേടിയിറങ്ങും. ഇന്ന് രാത്രി 7:30 പോരാട്ടത്തിന് വിസിലുയരും. മലയാളി താരങ്ങൾക്കൊപ്പം വിദേശ താരങ്ങളെയും കോർത്തിണക്കിയാണ് തൃശൂർ FCയും മലപ്പുറം FCയും കളത്തിലിറങ്ങുക. കാൽപന്തുകളുടെ പെരുമ നിലനിർത്താൻ മലപ്പുറം FC ഫുട്ബോൾ പൂരത്തിന് ആവേശ തുടക്കം കുറിക്കാൻ സ്വന്തം ഗ്രൗണ്ടായ പയ്യനാട് സ്റ്റേഡിയത്തിൽ പോരിനിറങ്ങും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വർഷം 1 പിന്നിടുന്നു. പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PV അൻവർ MLA രംഗത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പുനരധിവാസം പതുക്കെ നീങ്ങുന്നുവെന്ന് തദ്ദേശവാസികൾ. എന്റെ രാജ്യത്തെ ഉണർത്താം SKSF നാഷണൽ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സൂപ്പർ ലീഗ് കേരള മലപ്പുറം FCയുടെ ആദ്യ ഹോം മാച്ച് ഇന്ന് പയ്യനാട് വെച്ച്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.